നായയും അങ്ങ് കൂട്ടത്തിൽ കൂട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ സ്വർഗത്തിൽ വരും. നമ്മളൊക്കെ ആരെങ്കിലും പറഞ്ഞ റെഡി എന്ന് പറഞ്ഞ് കയറിയാണ്. പക്ഷെ യുധിഷ്ഠിരൻ പറയാ ഇല്ല, ഈ നായയും കൂടെ കൂട്ടത്തിൽ കൂട്ടണം. അപ്പം ദേവേന്ദ്രൻ പറഞ്ഞു, സ്വർഗലോകത്ത് നായക്കളെ എങ്ങനെ എടുക്കാനാണ്? അതുകൊണ്ട് നീ നായ ഉപേക്ഷിച്ചാൽ നിനക്ക് പാപമൊന്നും കിട്ടത്തില്ല. പക്ഷെ യുധിഷ്ഠിരൻ കേൾക്കാൻ തയ്യാറില്ല. ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, ആരെന്നെ ആശ്രയിച്ചാലും ഞാൻ അവരെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഇവിടെ പറയുന്നു, ഭയത്താൽ ആരെന്നെ ആശ്രയിക്കുന്നോ, അല്ലെങ്കിൽ എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ, അല്ലെങ്കിൽ വളരെ ദുർബലനായതുകൊണ്ടോ, അല്ലെങ്കിൽ ആളുടെ പ്രാണനെ രക്ഷിക്കാനായിട്ട് എന്നെ ആശ്രയിക്കുന്നോ, അത് ആ വ്യക്തിയെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ഈ ജീവിയെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന് ദേവേന്ദ്രൻ പല രീതിയിൽ പറഞ്ഞു നോക്കി. പക്ഷെ യുധിഷ്ഠിരൻ നായയെ ഉപേക്ഷിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് യുധിഷ്ഠിരന്റെ കൺമുന്നിൽ ആ നായ യമരാജനായിട്ട് മാറി, ധർമ്മരാജനായിട്ട് മാറി. അതായത് സ്വന്തം അച്ഛനായിരുന്നു യുധിഷ്ഠിരനെ പരീക്ഷിക്കുകയായിരുന്നു. യുധിഷ്ഠിര മഹാരാജ് കീ ജയ്. അല്ലേ, ഇത്രയും ധർമ്മം ആർക്കെങ്കിലും പാലിക്കാൻ പറ്റുമോ? അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാഭാരതത്തിലെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ യുധിഷ്ഠിര മഹാരാജാണ്. അവിശ്വസനീയല്ലേ? ഹരേ കൃഷ്ണ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വന്തം അച്ഛനാണ് മുന്നിൽ കണ്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജ് സാഷ്ടാംഗം നമസ്കരിക്കാൻ ധർമ്മരാജൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, രാജാക്കന്മാരുടെ രാജാവാണങ്ങ്. അങ്ങേപോലെ ധർമ്മിഷ്ഠനായിട്ട് ഈ ലോകത്ത് വേറെ ആരുമില്ല. ഞാൻ ദ്വൈതവനത്തിൽ വെച്ച് നിന്നെ പരീക്ഷിച്ചിരുന്നു. ഞാൻ വീണ്ടും ഇവിടെ വെച്ച് പരീക്ഷിച്ചു. നിനക്ക് എത്രത്തോളം ധാർമ്മികതത്വമുണ്ട്, ജീവിത മൂല്യങ്ങളെ നീ എത്രത്തോളം പാലിക്കുന്നുണ്ടെന്ന്. ഭൂമിയിൽ മാത്രമല്ല, സ്വർഗലോകത്ത് പോലും നിന്നെ പോലെ തുല്യനായിട്ട് ആരുമില്ല. ഇനി അസംഖ്യം വർഷങ്ങളോളം നീ ഇവിടെ തന്നെ താമസിക്കും. എത്രയും പെട്ടെന്ന് ദേവേന്ദ്രന്റെ രാജ്യത്തിൽ കയറുന്നു. അങ്ങനെ യുധിഷ്ഠിരൻ ഉടലോടുകൂടി ദേവേന്ദ്രന്റെ രാജ്യത്തിൽ കയറുകയാണ്. എന്നിട്ടത് ആകാശത്തേക്ക് ഉയർന്നു പോവുകയാണ്. ഒരു തൊട്ടടുത്ത് ഒരുപാട് ദിവ്യ വ്യക്തികളെല്ലാവരും യുധിഷ്ഠിരനെ സ്തുതിക്കുകയാണ്, ദേവേന്ദ്രനെ സ്തുതിക്കുകയാണ്.